ലീഫ് ബെൻഡിങ് മെഷീൻ. നമ്മുടെ സസ്പെൻഷൻ ലീഫുകൾക്ക് ബെൻഡ് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സെമി ഓട്ടോമാറ്റിക് മീഡിയം ലെവൽ മെഷീനാണ്. ഇത് ഹൈ എൻഡ് മെഷീനല്ല, നമുക്ക് മീഡിയം ലെവലിൽ വരുന്ന ഒരു മെഷീൻ. ഏകദേശം ഒരു ഇൻ ബിറ്റ്വീൻ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മെഷീന് ഏകദേശം ഒരു 3 ലക്ഷം രൂപ അടുത്തൊക്കെ വില വരുന്ന ഒരു മെഷീനാണ്. ഇത് പല റേഞ്ചിലും നമുക്ക് അവൈലബിൾ ആണ്. കമ്പനി പട്ട മെഷീൻ എന്ന് പറയുന്നു. ഇത് നമ്മൾ ലീഫിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, അതേപോലെ തന്നെ എഡ്ജ് റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും, പിന്നെ അതേപോലെ ലീഫിൻ്റെ ബെൻഡ് അടിക്കാൻ പറ്റും. പിന്നീട് നമുക്ക് പട്ടയിൽ തുളയിടാനും പട്ട ക്ലാമ്പ് പോലെ വളയ്ക്കാനും ഒക്കെ സാധിക്കും. അതേപോലെ തന്നെ ഐഡിയ ഉള്ള ആളുകൾക്ക് ഇതൊരു ഹൈഡ്രോളിക് പ്രസ്സായിട്ടും ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതൊരു 100 ടണ്ണിൽ വരുന്നൊരു മെഷീനാണ്. അപ്പോൾ നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ഗറാഷുകളിൽ വ്യത്യസ്തമായിട്ട് ഒരു രണ്ടാമതോ മൂന്നാമതോ പലതരത്തിലുള്ള വരുമാനത്തിൻ്റെ വെർട്ടിക്കൽസ് നമ്മൾ ആഡപ്പ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഗറാഷുകൾക്ക് ഇതൊരു ഗുണപ്രദമാണ്. ഇത് കാർ വർക്ക്ഷോപ്പുകൾക്കല്ല, സാധാരണഗതിയിൽ മീഡിയമോ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഗറാഷുകൾക്ക് ഇത് ഉപയോഗപ്രദമാകും. ഇത് നമ്മുടെ തന്നെ ഒരു രണ്ട് ട്രാവലർ ഗറാഷുകളാണ് നമ്മളോട് ഇത്തരം മെഷീൻ്റെ അവൈലബിലിറ്റി ചോദിച്ചതും. അപ്പോൾ അതിനെ തുടർന്ന് അന്വേഷണത്തിലാണ് ഇത് എങ്ങനെ നമുക്ക് ഗറാഷുകൾക്ക് ഗുണപ്പെടുത്താമെന്ന് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു കാലത്തും ഇല്ലാതായി പോകാൻ സാധ്യതയില്ലാത്ത സംഭവങ്ങളൊക്കെയാണ് സസ്പെൻഷൻ, അതേപോലെ ഇലക്ട്രിക്കലും, അതേപോലെ തന്നെ ബ്രേക്കിംഗ് സിസ്റ്റം, ബോഡി പെയിൻറ്റിങ്. ഇതൊക്കെ നമുക്ക് ഭാവിയിൽ നിന്ന് പോകാൻ സാധ്യതയൊന്നുമില്ല, മാറ്റങ്ങൾ വന്നേക്കാം. എങ്കിലും നമ്മുടെ IC എഞ്ചിനുകളെ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇത്തരം കാര്യങ്ങളിൽ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു മെഷീൻ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കത് പല രീതിയിലും ഗുണപ്രദമാകുന്നതാണ്. അത്തരം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുമാനത്തിന് മറ്റൊരു സ്രോതസ്സും കൂടി തുറന്ന് കിട്ടും. കാരണം ലേബേഴ്സിന് വളരെയധികം ഷോർട്ടുള്ള കാലഘട്ടങ്ങളിൽ ഒരു ലീഫ് ബെൻഡ് അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ മൾട്ടിപർപ്പസ് ആയതുകൊണ്ട് നമുക്ക് ഭാവിയിൽ പല കാര്യങ്ങൾക്കും ഈ മെഷീൻ ഉപകാരപ്പെടും.